ശംസിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽവഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം ഒരു ചരിത്ര വിചാരം നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. ഇന്ന് 72-ാം പാദത്തിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് എടുക്കുക. ഇത് പറഞ്ഞിരുന്നു 72-ാം പാദം വലിയ ദീർഘമുള്ള ഒരു പാഠമായതിനാൽ അതിന് 5 ക്ലാസ്സുകളായിട്ടാണ് എടുക്കുന്നതെന്ന്. ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ എടുക്കുക. പേജ് നമ്പർ 420 മുതൽ 427 വരെയാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, നിൻ്റെ കരുണയ്ക്കും കാവലിനും പ്രത്യേകം ഞങ്ങളെന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പഠന പരമ്പര മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളെ സഹായിക്കുന്നതിൻ്റെ അനന്ത കാരുണ്യത്തിന് ഞങ്ങളെപ്പോഴും നന്ദി പറയുന്നു. ഈശോയെ ഞങ്ങളുടെ മേൽ കനിവായിരിക്കണമേ. പരിശുദ്ധമേ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. മാറിയൂസപ്പെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ജോൺ മളിയകൾ സാറ് ഭാഷാന്തരം വരുത്തിയ വർത്തമാന പുസ്തകം പേജ് നമ്പർ 420 മുതൽ 427 വരെയുള്ള ഭാഗങ്ങളിലായി കിടക്കുന്ന 72-ാം പാദത്തിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ എടുക്കുക. മലയാള സാഹിത്യത്തിലെ പ്രഥമ യാത്രാ വിവരണ ഗ്രന്ഥമായ പാറേമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വികാരധീനവുമായ ഭാഗങ്ങളിലൊന്നാണ് 72-ാം പാദം. രാപ്പുഴ മെത്രാൻ റോമിലേക്ക് അയച്ച നുണ റിപ്പോർട്ടുകൾക്ക് കത്തന നൽകുന്ന ശക്തമായ മറുപടിയാണിത്. ഈ ദീർഘമായ പാദത്തെ 5 ക്ലാസ്സുകളായിട്ടാണ് നാം വിശകലനം ചെയ്യുന്നത്. അത് രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ നൽകിയിരിക്കുക. ഈ ഭാഗത്ത് മലങ്കര സഭയുടെ തനിമ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മിഷണറിമാരുടെ തന്ത്രങ്ങളെയും അതിനെതിരെ കരിയാറ്റിമൽപ്പാനും സംഘവും നടത്തുന്ന പോരാട്ടത്തെയുമാണ് കത്തനാർ വിവരിക്കുന്നത്. പതിവ് പോലെ 5 ആശയങ്ങളായിട്ടാണ് ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ആശയം വിദേശ ആധിപത്യവും സെമിനാരി വിദ്യാഭ്യാസവും. വരാപ്പുഴ മെത്രാൻ നടത്തുന്ന സെമിനാരി വെറും അടിമപ്പണി പഠിപ്പിക്കുന്ന കേന്ദ്രമാണെന്ന് കത്തനാർ ആക്ഷേപിക്കുന്നു. ലത്തീൻ ഭാഷയോ സുറിയാനി ഭാഷയോ ശരിയായി പഠിക്കാതെ അർത്ഥമറിയാതെ പ്രാർത്ഥനകൾ ചൊല്ലുന്ന യന്ത്രങ്ങളായ വൈദികരെ മാറ്റുകയാണ് അവിടെ ചെയ്യുന്നത്. പാരമ്പര്യമായി ലഭിച്ച സുറിയാനി വിജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്ത് മലയാളത്തിൽ എഴുതിയ പടുവഞ്ചനകൾ, അതായത് വ്യാജ പഠനങ്ങൾ പഠിപ്പിച്ച് ആളുകളെ മൂഢന്മാരാക്കിയതിൻ്റെ ചൊൽപ്പടിക്ക് നിർത്താനാണ് മെത്രാൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം തുറന്നടിക്കുന്നു. രണ്ടാമത്തെ ആശയം കരിയാറ്റിമൽപ്പാൻ്റെ യാത്രയും വിവേകശൂന്യമായ വാദങ്ങളും. കരിയാറ്റിമൽപ്പാനും സംഘവും റോമിലേക്ക് പോയത് ലോകകാര്യങ്ങൾക്ക് വേണ്ടി ആണെന്നും മെത്രാൻ്റെ ആരോപണത്തെ കത്തനാർ പരിഹസിക്കുകയാണ്. ഒന്നുകിൽ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ കുടിച്ചിരിക്കണം എന്ന നാടൻ ചൊല്ലിലൂടെ മെത്രാൻ്റെ റിപ്പോർട്ട് മദ്യലഹരിയിൽ എഴുതിയതാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. സഭയ്ക്കു വേണ്ടി ഒരു മെത്രാനെയും സെമിനാരിയെയും വേണമെന്ന് ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് ലോകകാര്യമാകുന്നത്? അത് ആത്മീയമായ കാര്യമാണെങ്കിൽ മെത്രാൻ്റെ വാദം സ്വയം വിരുദ്ധമാണെന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു. മൂന്നാമത്തെ ആശയം ഇതാണ്: ചരിത്രപരമായ ചതിവുകൾ ഗൗറിയേൽ മെത്രാനും വർഗീസ് കത്തനാരും. മിഷണറിമാർ കേരളത്തിൽ ചെയ്ത ക്രൂരതകൾ കത്തനാർ ഓരോന്നായി എണ്ണമിട്ടു പറയുകയാണ് ഇവിടെ. ഷിമയോൻ മെത്രാൻ ചതിയിലൂടെ പിടികൂടി പുതുച്ചേരിയിൽ തടവിലിട്ട് കൊന്നു. ഗൗറിയേൽ മെത്രാൻ വിശ്വാസം തെളിയിച്ചിട്ടും അദ്ദേഹത്തെ തട്ടിപ്പുകാരനെന്ന് റിപ്പോർട്ട് നൽകി റോമിനെ തെറ്റിദ്ധരിപ്പിച്ചു. ചാക്കോ കത്തന മരിക്കാൻ നേരത്ത് കുമ്പസാരമോ കുർബാനയോ നൽകാതെ പൂട്ടിയിട്ട് കൊന്നു നായയെപ്പോലെ കുഴിച്ചു മൂടി. വർഗീസ് കത്തന കഴുത്തിൽ തുടലിട്ട് കെട്ടി വടുകരെ കൊണ്ട് തല്ലിച്ചു. ദൈവത്തിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ക്രൂരതകളാണോ ആത്മീയമെന്ന് കത്തനാർ പരിഹാസപൂർവം ചോദിക്കുന്നു. നാലാമത്തെ ആശയം തിരുവിതാംകൂർ രാജാവിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം. കരിയാറ്റിയുടെ യാത്രയെക്കുറിച്ച് രാജാവ് അന്വേഷണം നടത്തി എന്ന മെത്രാൻ്റെ വാദത്തെ അസംബന്ധം എന്നാണ് കത്തനാർ വിശേഷിപ്പിക്കുന്നത്. രാജാവിനെതിരെ ഗൂഢാലോചന നടത്താനല്ല, മറിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ മഹിമ പോർച്ചുഗൽ രാജാവിനും മാർപ്പാപ്പയ്ക്കും മുന്നിൽ ഉയർത്തിക്കാട്ടാനാണ് തങ്ങൾ ശ്രമിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. മെത്രാൻ രാജാവിനോട് നുണ പറഞ്ഞ് അന്വേഷണം നടത്തിച്ചാലും സത്യം പുറത്തു വരുമ്പോൾ ബൈബിളിലെ ഹാമാന് സംഭവിച്ചതുപോലെ വിനാശമായിരിക്കും മെത്രാനെ കാത്തിരിക്കുന്നുവെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. അഞ്ചാമത്തെ ആശയം ഇതാണ്: പ്രവചനങ്ങളും ഐക്യത്തിനായുള്ള പോരാട്ടവും.
കരിയാറ്റി തിരിച്ചു വന്നാൽ നാട്ടിൽ കുഴപ്പമുണ്ടാകുമെന്ന് പ്രവചിക്കുന്ന മെത്രാനെ ബാലാമിനോടും കയ്യാപ്പാസിനോടുമാണ് കത്തനാർ ഉപമിക്കുന്നത്. സഭയിൽ കലഹമുണ്ടാക്കി ഭിന്നിച്ച് ഭരിക്കുക എന്ന മെത്രാൻ്റെ തന്ത്രം മലങ്കര നസ്രാണികളെ തിരിച്ചറിയുകയും എന്നാണ് പറഞ്ഞിരിക്കുക. ബൈബിളിലെ അത്താല്യ എന്ന ദുഷ്ട സ്ത്രീക്ക് സംഭവിച്ചതുപോലെ സഭയുടെ അധികാരം തൊട്ടിയിടുവാൻ ശ്രമിക്കുന്ന മെത്രാൻ്റെ അന്ത്യം ദയനീയമായിരിക്കുമെന്നും മലങ്കര സഭയുടെ കണ്ണു തുറക്കപ്പെടുമെന്നും ഉറച്ച വിശ്വാസത്തോടെ കത്തനാർ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. മനോഹരമായ ശ്രദ്ധാപൂർവം പഠിക്കേണ്ട ഒരു പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. നമുക്കിന്ന് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. സെമിനാരിയിൽ നിന്നും പഠിച്ചിറങ്ങുന്നവർ എന്ത് പഠിക്കുന്നു എന്നാണ് കത്തനാർ പരിഹസിക്കുന്നത്. തനിക്ക് മെത്രാന് ദാസ്യവേല ചെയ്യാനാണ് അവർ പഠിക്കുന്നതെന്ന് കത്തനാർ പറയുന്നു. ആത്മീയ കാര്യത്തെ ലോകകാര്യമെന്ന് വിളിച്ച മെത്രാനെ കത്തനാർ ആരുടെ വാക്കുകളിലൂടെയാണ് നേരിട്ടത്? വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ വചനങ്ങളിലൂടെ. ചാക്കോ കത്തനാരെ കൊന്ന ശേഷം എങ്ങനെയാണ് സംസ്കരിച്ചത്? പാതിയിൽ പൊതിഞ്ഞുകെട്ടി ഒരു കുളത്തിൻ്റെ കരയിൽ അർദ്ധരാത്രിയിൽ കുഴിച്ചിട്ടു. വർഗീസ് കത്തനാരെ മർദ്ദിക്കാൻ മെത്രാൻ ഉപയോഗിച്ചത് ആരെയാണ്? വടുകരെ, അതായത് പരദേശികളെ. സത്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ച ഏതു വ്യാജപ്രവാചകൻ്റെ അനുഭവമാണ് മെത്രാൻ ഉണ്ടാവുക എന്ന് കത്തനാർ പറയുന്നു. എലുമാസ് എന്ന വ്യാജപ്രവാചകൻ. രാജാവിനോട് നുണ പറഞ്ഞ് യഹൂദരെ നശിപ്പിക്കാൻ ശ്രമിച്ച ബൈബിളിലെ ക്രൂരനായ മന്ത്രി ആര്? ഹാമാൻ. എസ്തേറിൻ്റെ പുസ്തകത്തിലാണത് കാണുക. കരിയാറ്റി മൽപ്പാൻ യൂറോപ്പിൽ പോയത് രാജ്യദ്രോഹത്തിനാണോ എന്ന് പരിശോധിക്കാൻ കത്തനാർ നൽകുന്ന വിശദീകരണം എന്ത്? തങ്ങൾ പോയത് രാജ്യത്തിൻ്റെ സൈന്യബലവും കോട്ടകളുടെ ഉറപ്പും വിദേശ രാജാക്കന്മാരെ അറിയിക്കാനാണെന്ന്. തൻ്റെ മക്കൾ മരിച്ചപ്പോൾ രാജവംശത്തെ മുഴുവൻ കൊന്നൊടുക്കിയ ദുഷ്ടസ്ത്രീയാര്? അത്താല്യ. അത്താല്യയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ദേവാലയത്തിൽ വളർന്ന രാജകുമാരൻ ആര്? യോവാക്കീം. ഈ പാഠഭാഗത്തിൻ്റെ അവസാനം മലങ്കര സഭയുടെ ഭാവിയെക്കുറിച്ച് കത്തനാർ പ്രകടിപ്പിക്കുന്ന പ്രതീക്ഷയെന്ത്? മെത്രാൻ്റെ തട്ടിപ്പുകൾ തിരിച്ചറിഞ്ഞ് ഉടയതമ്പുരാൻ്റെ മനോഗുണത്താൽ സഭയുടെ കണ്ണ് തുറക്കപ്പെടും എന്ന്.